ഹലോ ഗൈസ്, ഇന്ന് ആകെ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ പറയാറില്ല ശ്വാസം വിടാൻ പോലും നേരം കിട്ടാറില്ല എന്ന്. അങ്ങനെ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. നമുക്കിന്ന് 1-2 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അത് എവിടെയാണെന്ന് നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ അതേ ചോറ് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തലേ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കറി വെക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് ചോറ് മാത്രം വെക്കേണ്ടി വന്നാലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിട്ട്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മുട്ടക്കറിയും അതേപോലെ തന്നെ ഗോതമ്പിൻ്റെ ദോശയും കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുട്ട ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുക്കറിൽ തന്നെ കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തായിരുന്നു കേട്ടോ. നമുക്ക് സെപ്പറേറ്റിങ് അത് വഴറ്റി വേവിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് തിളച്ച് വന്നിട്ടുണ്ടായി. അത് ഞാനൊന്ന് അടിച്ചൊന്ന് വെച്ചിടണം കേട്ടോ. പിന്നെ അതേ അപ്പുറത്ത് അടുപ്പത്ത് ഞാൻ ദോശ ചുട്ടെടുത്തായിരുന്നു. പിന്നെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ളത് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി തക്കാളി വഴറ്റി എടുത്തിട്ട് വേണം സവാളയിലേക്ക് ഇട്ടിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ ദോശ ചുട്ടിൽ അവിടെ തകർത്തിയായിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെസ എണീറ്റിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ സന എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന എണീറ്റ് വന്നുകൊണ്ട് ഞാൻ ചെറിയ ഇത് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എവിടെ പോകേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടത് സനയുടെ സ്കൂളിലായിരുന്നു കേട്ടോ. സനയുടെ സ്കൂളിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു, PTA മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. മീറ്റിങ്ങിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 9 to 1 o'clock വരെയായിട്ടാണ് അവർ ടൈമിങ് പറഞ്ഞിട്ടുണ്ടായത്. അതിലേതൊരു ടൈമിൽ നമുക്ക് ചെന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിലൊക്കെയാണ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആകെ ഡിലേ വന്നായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 11:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സവാളയും അതൊക്കെ എല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ സനത എനിക്കിത് എഗ്ഗൊക്കെ പൊളിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ മസാലയൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായി, അതെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ അത് എഗ്ഗും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മുട്ടക്കറി ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തേക്കും ഞാൻ ദോശയൊക്കെ ഏകദേശം ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചായക്കുള്ള വെള്ളം വെച്ചു, ചായയും റെഡി ആയി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. അപ്പോൾ സനാനോട് പറഞ്ഞത് പ്ലേറ്റൊക്കെ ഞാൻ കഴുകി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ എന്നെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ കേട്ടോ ഹെൽത്ത് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന കുറച്ച് ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു കാഴ്ചയിലൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലോഡ് പാത്രങ്ങൾ പിന്നെ കഴുകാനുണ്ടാവുമല്ലോ. പിന്നെ അതെല്ലാം വേഗം കഴുകി വെച്ച് പിന്നെ പേര അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. കാര്യമായിട്ട് ഫുള്ളായിട്ട് അടിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ കുറേ പേപ്പറൊക്കെ വലിച്ചു വരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വരി കളഞ്ഞായിരുന്നു. അപ്പോൾ ഹെസാനോട് അടിക്കുന്ന ടൈമിൽ ഇത് സെറ്റിമ കയറി ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ആ ടേബിളിൻ്റെ ഉള്ളിലോട്ട് കയറി ഇരിക്കുന്ന കേട്ടോ കാണണേ. എന്താ സ്കൂളിലോട്ട് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് പിള്ളേർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ചോദിക്കും. പുറത്തിറങ്ങിക്കാൻ തന്നെ വെള്ളം വേണം അവർക്ക്. അപ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങിയിട്ട് അപ്പോൾ ഒരു 11:15 കഴിഞ്ഞിട്ടുണ്ടായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തവണയും സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടാവുന്നത് ക്ലാസ്സിലായിരിക്കും. ക്ലാസ്സിൽ മീറ്റിംഗ് ഉണ്ടായിട്ട് നമുക്ക് ഓരോ ടീച്ചേഴ്സിനെയും കണ്ടിട്ട് വരാം, അങ്ങനെയാണ് നടത്താറ്. പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയില്ല, ഒരു ഓഡിറ്റോറിയത്തിലാണ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിലും അങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും തിരക്കൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇരട്ടി പണിയാവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പേരൊക്കെ അവിടെ കൊടുക്കണം. അപ്പോൾ അതനുസരിച്ചാണ് അവർ വിളിക്കത്തുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ലിസ്റ്റ് ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവരോട് കാര്യം പറഞ്ഞു, നമുക്ക് വേറൊരു സ്ഥലം കൂടി പോകാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അവർ വിളിച്ചില്ലായിരുന്നു. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ നോക്കി നിന്നായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ നിന്നേരം നമ്മുടെ ടൈം പോകുന്നൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഒരു പാരൻറ്റ് കയറിക്കാനപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വേഗം കയറി മിസ്സിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അങ്ങനെ വേഗം പിന്നെ മിസ്സിനെ കണ്ടിട്ട് പോകുന്നായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് പോരാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സിനെ കണ്ട് വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ സ്കൂളിൽ നിന്ന് പോകുന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാർ പാർക്ക് ചെയ്തേക്കണം അവിടെയുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ കോളേജ് ഉണ്ട്. അപ്പോൾ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ അവിടെയാണ് ഇവർ കാർ പാർക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി കാർക്ക് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് എനിക്ക് ഫുഡ് കഴിക്കാനുണ്ട്. ഇവരെന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്ന ടൈം എന്തായാലും ആവണമല്ലോ, 12 മണിയൊക്കെ ഇപ്പോൾ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇവർക്കുള്ള ഫുഡ് പാക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. Guys, today is so much ഹരിബറി. അപ്പോൾ ഗൈസ് ഇന്ന് ഭയങ്കര ഹരിബറിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നെനിക്ക് മീറ്റിംഗ് ഉണ്ടായി സ്കൂളിൽ. പിന്നെ എന്തുവാണ് ഇന്ന് നമുക്ക് PSCയുടെ എക്സാം ഉണ്ട്. അപ്പോൾ അതിനും പോകണം. അപ്പോൾ അതിന് വേണ്ടി ഭയങ്കരമായിട്ട് ഹരിബറിയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട് കേട്ടോ ഗൈസ്. റൂമിൽ ചീപ്പെടുത്തുണ്ടോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നീങ്ങ
കിട്ടണ്ട് സന എന്തുകൊണ്ടാണ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഉമ്മിനെ സ്കൂളിലല്ല കേട്ടോ, ഉമ്മിനെ സ്കൂളിലൊക്കെ പോണ നമ്മ. ആ അപ്പം എൻ്റെ ബാഗിൽ പുതിയ അംബ്രല്ല ഉണ്ട്, അതെടുത്തോ. ഞാൻ കുഴ എടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഉമ്മ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ടില്ലേ ഉമ്മീനെ കാണിച്ചു തരാം. ഗൈസ് ഉമ്മി ഹരിബരി ഉമ്മയുടെ ലേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, ഉമ്മി കഴിച്ചു. ബിക്കോസ് ഉമ്മ എഴുതുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഞങ്ങളപ്പോൾ കാറിൽ നിന്നുകൊണ്ട് കഴിക്കാൻ പോകും. എൻ്റെ ചെരുപ്പ് കേട്ടോ, ചെരുപ്പിടാനാണ് കേട്ടോ. ഹെസാടെ ചെരുപ്പ്, പിന്നെ വാപ്പി. അപ്പോൾ അതേ സാധനം പറഞ്ഞ പോലെ ഞാൻ അതേ ഫുഡൊക്കെ കഴിച്ച് പിള്ളേർക്കുള്ള ഫുഡൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു PSCയുടെ. അപ്പോൾ മുളന്തുരുത്തിയിലായിരുന്നു എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം മാപ്പിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു 40 മിനിറ്റ്സ് ഒക്കെ ആയിരുന്നു ഗൂഗിൾ മാപ്പിൽ ഒരു റൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 12 കാലമാകുമ്പോൾ ഇറങ്ങിയാലും ഒരു 1 കാലമാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്താം എന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. കാരണം 1:30 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇഷ്ടംപോലെ ടൈം ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷേ നമ്മൾ ഈ മീറ്റിങ്ങിന് പോയി വന്നപ്പോഴത്തേക്ക് ഒരു 12 കാലമൊക്കെ, പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 12:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ലൊക്കേഷൻ ഇടുമ്പോൾ നല്ല മഴയായിരുന്നു, അതേപോലെ തന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1 hour മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും 1:30 കഴിയും. കറക്റ്റ് 1:30 ആയി കഴിഞ്ഞാൽ അവർ ഗേറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്തായാലും എക്സാം എഴുതാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു കേട്ടോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആദ്യം പോയത് കാക്കനാട് റൂട്ടായിരുന്നു. കാക്കനാട് റൂട്ട് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ അവിടെ നേരെ എടപ്പള്ളിക്ക് പിടിച്ച് എടപ്പള്ളി ടു വൈറ്റില വഴിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോണ വഴിക്കൊക്കെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു, നല്ല മഴയായത് കാരണം നല്ല അത്യാവശ്യം ബ്ലോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വേസ്റ്റ് ആവുന്ന ടൈമൊക്കെ നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചിട്ടായിരുന്നു പിന്നെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഏകദേശം കറക്റ്റ് ഒരു എക്സാമിന് 1:30 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 6 മിനിറ്റ് മുന്നേ എനിക്ക് അവിടെ എത്താൻ പറ്റിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് PSCയുടെ എക്സാമിന് പോകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയിട്ട് ഇത്രയും ധൃതിപിടിച്ച് ഇങ്ങനെ പോയി കിടന്നത് ആദ്യമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരു 15 മിനിറ്റ്സ് മുന്നേ ഒക്കെ പോയി എത്താറുള്ളതാണ്. അങ്ങനെ ക്ലാസ്സിൽ കയറി എക്സാമൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോകുന്നതായിരുന്നു. പിന്നെ എക്സാമൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിള്ളേർ കാറിലിരുന്ന് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ ഒരു ബേക്കറിയിൽ കയറിയായിരുന്നു കേട്ടോ. ബേക്കറി കയറി നമ്മൾ ചായയും കോഫിയൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ സ്നാക്സ് ആയിട്ട് സമൂസയും പിള്ളേർക്ക് ഒരു ബണ്ണുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ചോക്ലേറ്റ് ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്തേക്കുന്ന ഒരു ബണ്ണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി വേറൊരു സ്പോട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് എവിടെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.